ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പം നമുക്കിന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ള എൻ്റെ ഒരു ദിവസം. ഇപ്പോൾ സമയം 6 മണി. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. പൊതച്ചു മൂടിക്കിടന്നുറങ്ങാൻ പറ്റിയ നല്ല ക്ലൈമറ്റും. അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ തന്നെ നിന്നു. മഴ ആസ്വദിച്ച് നിന്നാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് നേരെ കിച്ചണിലേക്ക് പോന്നു. ഇന്ന് മോന് കോളേജുള്ള ഒരു ദിവസമാണ്. അവൻ 8:30 ആകുമ്പോൾ പോകണം. അതിന് മുന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും എല്ലാം തന്നെ റെഡിയാക്കണം. അവൻ എല്ലാ ദിവസവും ഒന്നും ലഞ്ച് കൊണ്ടുപോകത്തില്ല. ചില ദിവസം വീട്ടിൽ വന്നാണ് കഴിക്കുന്നത്. അവൻ്റെ കോളേജ് ഇവിടെ അടുത്ത് തന്നെയാണ്. വന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. കിച്ചണിലെത്തിയാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് കിച്ചൺ സ്ലാബൊക്കെ ഒന്ന് നന്നായി തുടച്ചെടുക്കുക എന്നുള്ളതാണ്. രാത്രിയിലെല്ലാം നന്നായി ക്ലീൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും കിടന്നുറങ്ങുന്നത്. എങ്കിലും വല്ല പല്ലിയോ പാറ്റായോ അങ്ങനെ എന്തെങ്കിലും പ്രാണികളൊക്കെ എഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ. അതിനുശേഷം ഞാൻ ചോറിനുള്ള അരി അങ്ങ് അടുപ്പത്തിട്ടു. ഞാൻ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. 2 ദിവസത്തേക്കുള്ള ചോറ് ഒരുമിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാനും മോനും മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്കത് മതി. അവധിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ ആദ്യമേ ചായ വെച്ചതിന് ശേഷമേ മറ്റെന്ത് പണിയും ചെയ്യാറുള്ളൂ. എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ചായയിൽ നിന്നാണ്. ചായ കുടിച്ചാലേ എനിക്ക് മുന്നോട്ട് ജോലി ചെയ്യാനുള്ള ഒരു ഉഷാറുള്ളൂ. അങ്ങനെ ചോറൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇന്നത്തെ കുക്കിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയുമാണ്. ഇന്നലത്തെ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. എങ്കിലും ചട്നി കൂടി അരയ്ക്കാമെന്ന് വെച്ച്. മോനവന് ചട്നിയാണ് ഇഷ്ടം ദോശയുടെ കൂട്ടത്തിൽ. എന്നാൽ ഇഡ്ഡലിയുടെ കൂട്ടത്തിൽ അവന് സാമ്പാർ കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ അതൊക്കെ ഒന്നെടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം പാലിൻ്റെ പാട നീക്കിയതിന് ശേഷം ചായ വെച്ചു. ഞാൻ പാൽപ്പാട ഇങ്ങനെ കളക്ട് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കും. കുറച്ചാകുമ്പോൾ അതിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയിൽ ഞാൻ പോയൊരു തേങ്ങ പൊതിച്ചിട്ട് വന്നു. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച തേങ്ങ ചട്നിക്കും കറിക്കും എല്ലാത്തിനൂടെ തികയത്തില്ലായിരുന്നു. അപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും നനഞ്ഞ്. എന്നാൽ പിന്നെ ഇച്ചിരി കറിവേപ്പിലോട് പൊട്ടിച്ചുകൊണ്ട് പോരാമെന്ന് വെച്ചു. അങ്ങനെ മഴയൊക്കെ കണ്ടിരുന്ന് ചായയൊക്കെ ആസ്വദിച്ച് കുടിച്ചു. ഇന്ന് ലഞ്ചിന് കൊഞ്ചും മുരിങ്ങയ്ക്കയും കൂടെ ഒഴിച്ചേറി വയ്ക്കാമെന്ന് വെച്ച്. പിന്നെ കോവയ്ക്ക ഇന്നലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. മീൻ മസാല പുരട്ടിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് വറുത്തെടുക്കാമെന്ന് വെച്ചു. അങ്ങനെ കറിക്ക് വേണ്ട
മുരിങ്ങയ്ക്കായും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിലേക്ക് എരിക്ക് ആവശ്യമായ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് കൊഞ്ചും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് നന്നായി വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് കറിക്കും ചട്നിക്കുമുള്ള തേങ്ങ കൂടി നമുക്കൊന്ന് തിരുമിയെടുക്കാം. അങ്ങനെ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കുക. ഇനി നമുക്ക് കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 4-5 കൊച്ചുള്ളി, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് നന്നായി നമുക്ക് അരച്ചെടുക്കാം. ളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുക. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കടുകൂടി ഒന്ന് താളിച്ചൊഴിക്കാം. നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇനി നമുക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടി കൂടി ഒന്നുണ്ടാക്കിയെടുക്കണം. അതിനുള്ള കോവയ്ക്ക ഞാൻ ഇന്നലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അതുണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് ഊറ്റിയെടുത്തു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴ തന്നെയാണ്. മഴ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അധികമായാൽ അമൃതും വിഷമാണെന്ന് പറയുന്ന പോലെ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഈ മഴയൊന്ന് തീർന്നാൽ മതിയെന്ന് തോന്നും. അതിനിടയിൽ ഞാൻ ആ ചട്നി കൂടി ഒന്ന് അരച്ചെടുത്ത് അതിനുശേഷം കടുകൂടി ഒന്ന് താളിച്ചൊഴിച്ചു. അങ്ങനെ മീൻ ഫ്രൈ ചെയ്യാനിട്ടതിന് ശേഷം ഞാൻ പോയി ഗേറ്റ് തുറന്ന് പാലൊക്കെ എടുത്തിട്ട് വന്നു. ഇപ്പം കുറച്ച് ദിവസങ്ങളിലായി രാവിലെയാണ് പാൽ കൊണ്ടുവരുന്നത്. അങ്ങനെ കൈയോടെ തന്നെ പാലൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെച്ച ശേഷം കുക്ക് ചെയ്ത് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. മോൻ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അവനുള്ള ദോശ കൂടി പെട്ടെന്ന് ചുട്ടെടുത്തു.
ഇവിടെ എല്ലാവർക്കും കനമുള്ള ദോശയേക്കായി കനം കുറഞ്ഞ നല്ല മുരിഞ്ഞിരിക്കുന്ന ദോശയാണ് ഇഷ്ടം. അങ്ങനെ അവൻ കഴിക്കുന്ന നേരം കൊണ്ട് ഞാൻ അവൻ്റെ ടിഫിൻ ബോക്സും പെട്ടെന്ന് തന്നെ റെഡിയാക്കി. അങ്ങനെ ഒരു 8:30 മണിയോടുകൂടി മോൻ കോളേജിലേക്ക് പോയി. മോൻ പോകുമ്പോഴും മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. മോൻ പോയതിന് ശേഷം ഞാൻ ചായയൊക്കെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ശേഷം കിച്ചൺ കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇന്ന് നമുക്ക് കുറച്ച് വേറെ ക്ലീനിങ് പരിപാടി കൂടിയുണ്ട്. മഴയായതുകൊണ്ടായിരിക്കും ജനലൊക്കെ ഒരുമാതിരി പൂപ്പൽ പിടിച്ച പോലെ ഇരിക്കുന്നത്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വെച്ചു. മാത്രമല്ല ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. അത് കാരണം ആകെ പൊടി പിടിച്ചിരിക്കുക. മോൻ മാത്രമേ ഉള്ളായിരുന്നു. അവനെല്ലാം ക്ലീൻ ചെയ്യും, എങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യുന്ന പോലെ പറ്റത്തില്ലല്ലോ. ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും കുറേശ്ശെയായിട്ടേ ക്ലീൻ ചെയ്യാറുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാറില്ല. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ തന്നാൽ അവസാനമാകുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. ചുവട്ടിലിരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ജനലൊന്ന് പുറത്തേക്ക് തുറക്കാൻ പറ്റൂ. അങ്ങനെ ചെടികളൊക്കെ ഒന്ന് എടുത്തു മാറ്റി. കർട്ടനൊക്കെ ഒന്ന് പൊക്കി വെച്ച് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് നന്നായി പൊടിയൊക്കെ അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പൊടിയൊക്കെ അടിച്ചതിന് ശേഷം ഞാൻ ജനലൊക്കെ ഒന്ന് കൂളിംഗ് സ്പ്രേ ചെയ്ത് ഒന്ന് നന്നായി തുടച്ചെടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഗ്ലാസ്, മിറർ ഇങ്ങനെയുള്ളതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ കൂളിംഗ് സ്പ്രേ ചെയ്താണ് ക്ലീൻ ചെയ്യുന്നത്. ഒരു നല്ല തിളക്കവും കിട്ടും. ക്രോക്കറി ഷെൽഫ് കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വെച്ചു. അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു മാറ്റിയതിന് ശേഷം അവിടുത്തെ പൊടിയടിച്ച് ഒന്ന് നന്നായി തുടച്ചെടുത്തു. അതിനുശേഷം സാധനങ്ങൾ ഓരോന്നായി തുടച്ചെടുത്ത് അതാത് സ്ഥാനത്ത് തന്നെ തിരിച്ചും വെച്ചു. സിറ്റൗട്ടിലിരിക്കുന്ന ചെടികളൊക്കെ എടുത്ത് അതാത് സ്ഥാനത്ത് വെച്ചതിന് ശേഷം സിറ്റൗട്ട് ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കി. ഇനി കുറച്ച് സെൽഫ് കെയറിങ് ആവാമെന്ന് വെച്ചു. അതിന് നമുക്ക് സമയം കണ്ടെത്തണ്ടേ. ഞാൻ മുഖത്തൊരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഉപ്താൻ ഗ്ലോ ഫേസ് പൗഡറില്ല, അതാണ്. അത് തൈരിലോ പാലിലോ റോസ് വാട്ടറിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്ത് മുഖത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് തൈരാണ്. ഇതെൻ്റെ 2ാമത്തെ ബോട്ടിലാണ്. ഒരു നല്ല പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഇതൊരു 10-15 മിനിറ്റിനുള്ളിൽ ഡ്രൈ ആവും. അപ്പോൾ നമുക്കൊന്ന് നന്നായി സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്താൽ മതി. അങ്ങനെ അതൊന്ന് ഡ്രൈ ആവുന്ന നേരം കൊണ്ട് ഞാൻ ആ റൂമൊക്കെ ഒന്ന് മൊത്തത്തിൽ അടിച്ചു വാരി വൃത്തിയാക്കി. ഡൈനിങ് ടേബിൾ ഒന്ന് നന്നായി തുടച്ചെടുത്തു. രണ്ട് ദിവസമായി തുണി കഴുകിയിട്ട് മഴ കാരണം ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അതെല്ലാം ഒന്നെടുത്ത് മോളിൽ കൊണ്ടുവന്ന് വിരിച്ചിട്ടു. ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ടും അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.